അപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ചു. നോക്കുമ്പോഴത്തേക്കും ഉമ്മ മീൻകറി ആക്കി നോക്കണേ. അപ്പോൾ ഒന്നും നോക്കിക്കില്ല, നേരെ മീൻകറിൻ്റെ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മീൻകറി ഞാൻ ഒന്നും ഇത് ഫുള്ള് ഉമ്മ തന്നെ കഴിച്ചു പണിയെടുക്കുന്നത്. അപ്പോൾ മീൻകറി ഞാനല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉമ്മാനെ മീൻകറി കണ്ടിട്ട് വന്നാലോ. അപ്പോൾ ഓക്കെ വാ. ഇഞ്ചിയിലേക്ക് അരിക്കാൻ വേണ്ട സാധനം ഈ 4 സാധനം കഴിച്ചു: പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പില, ഒരു ഉള്ളി എടുത്ത് കേട്ടോ. മിക്സിയിലേക്ക് അതിൻ്റെ തേങ്ങ ചിരണ്ടി വെച്ച് മാറ്റി. ഇനി നമുക്ക് നേരത്തെ കണ്ട സാധനമല്ലോ ഇതിലേക്ക് ഇടണം ഗൈസ്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട ഉള്ളി ഇട്ട്, പിന്നെ പച്ചമുളക്, പിന്നെ ഇഞ്ചി, കരിയാപ്പില ഗൈസ്. അപ്പോൾ ഇതെല്ലാം നമ്മളിട്ട സാധനം ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പില, പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കേട്ടോ. നമുക്കിനി നേരെ മല്ലിപ്പൊടി, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, അങ്ങനെ നമ്മൾ എല്ലാം സെറ്റായി ഗൈസ്. ഇനി നമുക്ക് കൊണ്ടുപോയി അരിച്ചിട്ട് വരാം. അങ്ങനെ സംഭവം അരിച്ച് നമ്മൾ കയ്യിലെത്തി ഗൈസ്. ഇനി നമുക്ക് വേണ്ട 2 പച്ചമുളക്, 2 തക്കാളി, അത് നേരെ ചട്ടിയിലേക്ക് മുറിച്ചിടാൻ. എന്നിട്ട് നമ്മൾ അരിച്ച് വെച്ച സാധനം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കൊടംപുള്ളിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ ഗൈസ്. പിന്നെ കുറച്ച് ഉപ്പ് പൊടിയോ അങ്ങിട്ട് ഒന്ന് തിളക്കുമ്പോൾ നമ്മളെ ഏതാ മീനെന്ന് വെച്ചാൽ അതിട്ടോ. അങ്ങനെ നമ്മളെ കുറച്ച് വെളിച്ചെണ്ണ ഉലുവയും കൂടി ഇട്ട് കേട്ടാ. പിന്നെ കരിയാപ്പില എടുത്തൊന്ന് മൂടി വെച്ച് കറി സെറ്റായി ഗൈസ്. അപ്പോൾ നമുക്കിനി ചോറിനൊപ്പം തിന്നാം. അങ്ങനെ ചോറിനൊപ്പം മീൻ കൂട്ടാത്തതുകൊണ്ട് നല്ല മുട്ട ആംപ്ലേറ്റ് ആക്കി കേട്ടാ. പിന്നെ 2 പപ്പടം, നല്ല മുട്ടയും അച്ചാറും, നല്ല നമ്മളെ മീൻ കറിയും. നമ്മൾ കഷ്ണം മുട്ടയും പിന്നെ പപ്പടവും അച്ചാറും എല്ലാം എടുത്ത് കുഴച്ച് നോക്കി കേട്ടാ. എല്ലാം ഒന്ന് കുഴച്ച് നല്ലോണം കുഴച്ച് ഒരു ഉരുളങ്ങാക്കി വായിലിട്ട് നോക്കി. സംഭവം ആ കറി നല്ല ടേസ്റ്റ് ഉണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടിങ്ങനെ ഒന്ന് കമൻറ്റ് പറയണേ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. വീഡിയോ ഇത്ര ഉള്ളു ഗൈസ്. അപ്പോൾ എനിക്ക് പോകാണ്ട് ഞാൻ വിചാരിച്ചു വൈകുന്നേരത്തെ രാത്രിയത്തെ വീഡിയോ എല്ലാം എടുക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലേക്ക് സബ്സ്ക്രൈബ് ഒന്നടിച്ചാൽ. അപ്പോൾ വീഡിയോ എല്ലാം ഇങ്ങനെ ഇട്ടിട്ട് 2 വീഡിയോ ഒരു പ്രാവശ്യം വീഡിയോ ഇട്ട് ഗൈസ്. പിന്നെ റംസാൻ്റെ വീഡിയോ എല്ലാം ഇട്ടിട്ട് പിന്നെ നമ്മൾ വീഡിയോ കുറവാണ്. ഇനി ആഴ്ചയിൽ നമ്മൾ 2 വീഡിയോ എങ്കിലും ഇടാൻ നോക്കാം ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഓക്കെ ഗൈസ്, ബൈ.